നമുക്കിന്ന് തക്കാളി ചട്നി ഉണ്ടാക്കാം. അതിന് 4 വെളുത്തുള്ളി എടുത്ത് ചെറുതായി അരിഞ്ഞെടുക്കുക. ഒരു പാൻ ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ഇട്ട് ഇപ്പം നമുക്ക് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. പിന്നീട് അതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു സവാള ചെറുതായി അരിഞ്ഞത്, രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത്, നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും. ഞാനിതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് 1/2 ടീസ്പൂൺ ഉപയോഗിക്കുന്നത്. ഇനി അതില്ലാത്തവർ സാദാ മുളക് പൊടി അവനവൻ്റെ എരിവിനനുസരിച്ച് എടുത്താൽ മതി. ഒരു നുള്ളു കായപ്പൊടി. നമുക്ക് നന്നായി ഇളക്കി വേവിച്ചെടുക്കാം. വെന്തതിന് ശേഷം സ്റ്റൗ ഓഫാക്കി തണഞ്ഞതിന് ശേഷം ജാറിലേക്കിട്ട് നമുക്ക് അടിച്ചെടുക്കാം. പേസ്റ്റ് പരുവത്തിൽ അടിക്കണമെന്നില്ല. ഇതാ നമ്മൾ അടിച്ചെടുത്തു. ഇനി ഒരു പാൻ സ്റ്റവിൽ വെച്ച് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടി അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉഴുന്ന്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കതിലേക്ക് അടിച്ചെടുത്ത തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം. നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.